ഹായ്, ഞാൻ ശ്രീത്ത് മലബാർ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു സെന്നിൻ്റെ മൗണ്ടിങ് മാറ്റുന്നൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതായത് നമ്മൾ മാരുതി 800ൻ്റെ എഞ്ചിൻ്റെ മൗണ്ടിങ് മാറ്റുന്നൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വണ്ടി ഫസ്റ്റിലെടുക്കുമ്പോൾ കട്ടക് 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 സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നോക്കി, അപ്പോൾ അതേപോലെ സൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എഞ്ചിൻ മൗണ്ടിങ് എങ്ങനെ മാറ്റാം നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ ബമ്പർ അയച്ചതിന് ശേഷം അത്താണ് മൗണ്ടിങ് വരിക. ആ ബമ്പറിന് അയച്ചാൽ നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ മൗണ്ടിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം എത്രത്തോളം കംപ്ലൈൻറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. മൗണ്ടിങ് ഫുള്ള് എന്തായാലും റബ്ബർ ഫുള്ള് കട്ടായിട്ടുണ്ട്. നമ്മൾ എഞ്ചിൻ ഇങ്ങനെ എടുത്ത് എന്തായാലും അങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ മൗണ്ടിങ് നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അയച്ചെടുത്ത മൗണ്ടിങ്. എല്ലാം ഫുള്ള് പീസ് റബ്ബറിന്ന് വേർപെട്ട് പോയിട്ടുണ്ട് മെറ്റൽ ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ബോഡിയിലേക്ക് ഫിറ്റാക്കിയ ഭാഗം എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ നമ്മളെ ഫസ്റ്റ് ഗിയറിൽ ചിറക്കുക ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക എടുത്തിടുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ മൗണ്ടിങ് നമുക്ക് ഫിറ്റാക്കാം. ഇതാണ് പുതിയ മൗണ്ടിങ്. പുതിയ മൗണ്ടിങ്ങിന് 385 രൂപ മാരുതിൻ്റെ ജെന്യൂൻ പാർട്സാണ്. അപ്പോൾ പുതിയ മൗണ്ടിങ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ലിവർ ആട്ടോ ജാമ ക്ലിയർ.
അപ്പോൾ നമ്മൾ മൗണ്ടിങ് മാറ്റി വണ്ടി ഓട്ടി നോക്കി. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലത്തെ ടക്ക് ടക്ക് ഇങ്ങനെ എഞ്ചിൻ എന്ന് പറയാം ഇങ്ങനെ ഇടുന്ന പോലെ ഉണ്ടാവും മൗണ്ടിങ് നല്ലോണം കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം റെഡിയായി. അപ്പോൾ കസ്റ്റമർ വണ്ടി ഓട്ടി നോക്കി കസ്റ്റമർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ ആയിരിക്കും 800 ഉള്ളവർക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മൗണ്ടിങ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.